ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകി രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഉത്തരവ് ലഫ്റ്റനന്റ് ഗവർണറും ആം ആദ്മി പാർട്ടി സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാക്കുകയാണ്. കമ്മീഷൻ, ബോർഡ്, അതോറിറ്റി എന്നിവ രൂപീകരിക്കാനും അതിലേക്ക് അംഗങ്ങളെ നിയമിക്കാനുമുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകുന്ന വിജ്ഞാപനം ആഭ്യന്തര മന്ത്രാലയമാണ് പുറപ്പെടുവിച്ചത്. ബോർഡ്, കമ്മീഷൻ, അതോറിറ്റി എന്നിവയിലെ ചെയർമാൻമാരെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സാധാരണഗതിയിൽ രാഷ്ട്രീയ നിയമനമാണ്. എന്നാൽ ബോർഡ്, കമ്മീഷൻ, അതോറിറ്റി എന്നിവ രൂപീകരിക്കാനും അംഗങ്ങളെ നിയമിക്കാനുമുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് രാഷ്ട്രപതി നൽകിയിരിക്കുകയാണ്. ഇതനുസരിച്ച് ലഫ്റ്റനന്റ് ഗവർണർ നടപടികൾ സ്വീകരിച്ചാൽ അത് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയുമായുള്ള ഏറ്റുമുട്ടലിന് കാരണമാകും. ഡൽഹിയിലെ സർക്കാരിന് ബോർഡ്, കമ്മീഷൻ, അതോറിറ്റി നിയമനങ്ങളിൽ ഇനി യാതൊരു അധികാരവുമില്ലാത്ത അവസ്ഥയാണ്. ഫലത്തിൽ ഡൽഹി സർക്കാരിനുണ്ടായിരുന്ന അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് ലഭിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നോക്കുകുത്തിയാക്കി ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഡൽഹിയുടെ ഭരണം നിയന്ത്രിക്കുന്നെന്ന ആക്ഷേപം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. നേരത്തെ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റങ്ങളും നിയമനങ്ങളും സംബന്ധിച്ചും ഡൽഹി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളും നടത്തുന്നതിന് മുഖ്യമന്ത്രിയും ഏറ്റവും മുതിർന്ന 2 സർക്കാർ ഉദ്യോഗസ്ഥരും അംഗങ്ങളായ നാഷണൽ ക്യാപിറ്റൽ സിവിൽ സർവീസസ് അതോറിറ്റി രൂപീകരിച്ചെങ്കിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കാണ് നൽകിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.